മൊത്തം 3 സാരിയാണ്. അപ്പം ഫസ്റ്റ് ഒരു സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ഉടുത്ത് മണ്ഡപത്തിലോട്ട് വരുന്ന ഒരു സാരിയുണ്ട്. രണ്ടാമത് ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ഒരു സാരിയുണ്ട്. മണ്ഡപത്തിൽ താലി കിട്ടിയതിന് ശേഷം ഹസ്ബൻഡ് നമ്മുടെ കയ്യിലൊരു സാരി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് അലമാരിയെല്ലാം ഞാൻ ഒതുക്കിയപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു സാരി എൻ്റെ കണ്ണിൽ പെട്ടത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ, ഞാൻ ആ ഒരു കളർ പറഞ്ഞ് ഞാൻ അന്നത്തെ എൻ്റെ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തതാണ്. അതൊരു കല്യാണ സാരി തന്നെ കേട്ടോ. അതായത് ഹസ്ബൻഡ് തന്നതല്ല, നമ്മളല്ലാതെ വീട്ടിൽ നിന്ന് ഉടുത്തോണ്ടിറങ്ങുന്ന ആ ഒരു സാരിയാണിത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതൊന്ന് ഉടുത്താലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കയറി കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് ചെയ്യണം എന്നൊരു മോഹം. അങ്ങനെ ഞാൻ ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോൾ ചേരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ ഇതെല്ലാം ഒന്ന് ഇളക്കിയൊക്കെ റെഡിയാക്കി ഇപ്പം ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പം ഞാൻ ഇത് ഉടുക്കണമെന്ന് തോന്നി. അപ്പം ആ സാരിയാണിത്. കണ്ടോ, നല്ല ഒരു കളറാണ് കേട്ടോ. ഇതിന് അത് റെഡ് ചില്ലി കളറാണ് കേട്ടോ. ഇത് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ അത് ഇത്ര ക്ലാരിറ്റി ആയിട്ട് തോന്നത്തില്ല, പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ആ ബ്ലൗസും ഇപ്പോൾ ഏതൊരു കളർ എല്ലാവർക്കും സ്യൂട്ടാവുന്നൊരു കളർ തന്നെ. അപ്പം എനിക്കങ്ങ് എന്താ പറയുന്നത്, ഇത് ഉടുത്തോളാൻ വയ്യാത്തൊരു ഇതിൽ നിൽക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അന്നേരം സാരി ഉടുക്കണമെന്നൊരു മോഹം തോന്നും. അപ്പം ഞാനിതൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിൽ ഞങ്ങളുടെ വീട്ടുകാരെനിക്ക് എടുത്ത് തന്നെ, അതായത് ഞങ്ങൾ എടുത്തുകൊണ്ട് മണ്ഡപത്തിലോട്ട് പോയ സാരി. ഞങ്ങൾക്ക് അതായത് രണ്ടല്ല 3 സാരികളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ നമ്മൾ അവിടെ കൊടുത്തുകൊണ്ടിരുന്ന സാരി, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് തരുന്നത് ഒരു സാരിയുണ്ട്, അതാണ് മന്ത്രകോടി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ സാരി. പിന്നെ ഒരു സെറ്റ് സാരിയുണ്ട്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചിങ്ങതൊന്നും എടുത്ത് കൊടുത്താലൊന്നും. അപ്പം കൊള്ളാമല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ സാരി ഇരിക്കുമ്പോൾ നമുക്കൊരു ഭംഗിയല്ലേ. ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്ന സാരി ഇരിക്കുന്നത് അത് ഞാൻ പക്ഷേ കൊടുക്കത്തില്ല, നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് നമ്മുടെ മരണശേഷം നമ്മുടെ പട്ടടയിൽ വെക്കുന്ന സാരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അത് കൊടുത്തുകൂടാ. ഇതാകുമ്പം പ്രശ്നമില്ല, പിന്നെ നമുക്ക് ഇട്ടയാണ്. അപ്പം ഭയങ്കര വെയിറ്റ് സംഭവം. ഇതെന്ന് വെച്ചാൽ നല്ല ഘനമുണ്ട് കണ്ടോ, ഭയങ്കര വെയിറ്റ്. ഇത് കൂടുതൽ എങ്ങനെയൊക്കെ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോയി കളഞ്ഞാൽ വയ്യ. ഇപ്പൊ ഓക്കെ ആണോ? അപ്പോൾ കല്യാണ സാരിയൊക്കെ ഉടുത്തു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഇത് കേട്ടപ്പം എൻ്റെ മോള് ചോദിച്ചു, ഇതെന്തോ 3 സാരിയൊക്കെ ഉടുക്കുന്ന എന്താണ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അത് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് മൊത്തം 3 സാരിയാണ്. അപ്പം ഫസ്റ്റ് ഒരു സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ഉടുത്ത് മണ്ഡപത്തിലോട്ട് വരുന്ന ഒരു സാരിയുണ്ട്. രണ്ടാമത് ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ഒരു സാരിയുണ്ട്. മണ്ഡപത്തിൽ താലി കിട്ടിയതിന് ശേഷം ഹസ്ബൻഡ് നമ്മുടെ കയ്യിലൊരു സാരി തരും. അപ്പോൾ ആ സാരി ഉടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അതാണ് യഥാർത്ഥ മന്ത്രകോടി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു സെറ്റ് സാരി അവർ തരും. ആ സെറ്റ് സാരി കൊടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്ന മന്ത്രകോടി എടുത്തുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ 3 സാരിയാണ് കേട്ടോ മൊത്തം ഉള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ആ ഒരു 3 സാരി മാറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതുമല്ല, എൻ്റെ ഒരു കല്യാണ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 10 മണി ആ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു മുഹൂർത്ത സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മറുവീട് കയറിയും വേണം. മറുവീടല്ല, നമ്മൾ എന്താ പറയുക, ചെറുക്കൻ്റെ വീട്ടിലോട്ട് കയറണ്ടേ. അപ്പം ആ ഒരു സമയം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ 3 സാരി മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുന്നൊരു ടാസ്ക് തന്നെ ആയിരുന്നു അത്. പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉടുത്തപ്പോൾ തന്നെ അറിയാം, ചില വീട്ടിലത് പൊക്കാൻ തന്നെ ഭയങ്കര പണം. അന്ന് എങ്ങനെ ഉടുത്ത് എന്നുള്ളത് എനിക്കിപ്പോഴും എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇതുപോലെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ അതുപോലെ ഞാൻ ഉടുക്കാത്ത കുറേ സാരികളോട് ഇരിക്കുന്നു കേട്ടോ. കാരണം ബ്ലൗസ് എല്ലാം ചെറുതായിപ്പോയി. കാരണം ഞാൻ 17-ാമത്തെ വയസ്സിൽ തൊട്ട് ഞാൻ എൻ്റെ ടീച്ചിങ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ കയ്യിലുള്ള സാരികളും എനിക്കൊന്നും ഇടാൻ പറ്റില്ല. ബ്ലൗസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊന്നും ഇടാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനെല്ലാം ബ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടിടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ